ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷോന്റെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തന്നെ നിഫ്റ്റിയുടെ പ്രൈസ് ആക്ഷൻ ചാർട്ട് നോക്കിയിട്ട് അവിടുന്ന് നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ മിനിഞ്ഞാന്നൊരു ഒരു നെഗറ്റീവ് റെഡ് ക്ലോസ് തന്നു, പിന്നെ ഒരു ഇൻസൈഡ് ബാർ വന്നു. ആ ഇൻസൈഡ് ബാറിന്റെ മുകളിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ നല്ലൊരു സൈനാണ്. അപ്പൊ ഞാൻ ഇതിൽ മുന്നത്തെ വീഡിയോസ് പറയുകയുണ്ടായി, ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ഇത് രണ്ടിനും ഇടയിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി കുറച്ച് ചോപ്പി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വളരെ കൺസ്ട്രക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ നാളെയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി ഒരു ഹയർ ഹൈ ഹയർ ലോ എന്ന ഫോർമേഷനിലേക്ക് എത്താനുള്ള ചാൻസ് കൂടിയിട്ടുണ്ട്. എന്താണ് ഹയർ 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 ലോ? സോ ഇതൊരു ലോ ആണ്, ഇനി ഇതും ഒരു ലോ ആണ്. ഈ ലോ എപ്പോഴാണ് കൺഫേം ചെയ്യുന്നത്? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്ന് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ എന്ന് പറയും. അതൊരു പോസിറ്റീവ് ട്രെൻഡിന്റെ ഫോർമേഷൻ ആണ് ഹയർ ഹൈ ഹയർ ലോ, റൈറ്റ്? സോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ നിഫ്റ്റി ബുള്ളിഷ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ക്യാഷ് സ്റ്റോക്സ് ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ക്യാഷ് സ്റ്റോക്സ് ഒരുപാട് നല്ല കിടിലം ബ്രേക്ക് ഔട്ട്സ് വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു മൂവ്സ് പല സ്റ്റോക്കിൽ നിന്നിപ്പോൾ ഒരു ഓൾറെഡി ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്സ് ഒരുപാട് നല്ല രീതിയിൽ മൂവ് ചെയ്തു, ഒരുപാട് നല്ല ബ്രേക്ക് ഔട്ട്സ് വരികയും ചെയ്തു. ഇപ്പോൾ ഒരാഴ്ച മുന്നേ 2-4 ദിവസം മുന്നേ ആരെങ്കിലും ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല പ്രോഫിറ്റിൽ അവരുടെ പോർട്ട്ഫോളിയോ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മൂവ് നമ്മുടെ നിഫ്റ്റിയിൽ വന്നിട്ടില്ല. പക്ഷെ ആ ഒരു മൂവ് ചിലപ്പോൾ നിഫ്റ്റിയിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മൂവ് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. അതുപോലെ നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് ഇവിടെ ഒരു പാറ്റേണും കൂടെ കാണുന്നുണ്ട്. അതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, റൈറ്റ്? സോ ഈ ഒരു പാറ്റേൺ ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഹെഡിൻ മുതൽ ഇതിന്റെ ഒരു നെക്ക് ലൈൻ വരെയുള്ള ദൂരം, അതായത് 4.9, ഒരു റഫ്ലി 5% നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 5% നമുക്ക് ഇവിടുന്ന് ഒരു മൂവ് പ്രതീക്ഷിക്കാം എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത്, റൈറ്റ്? അതായത് 25,500 ലെവൽ. ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ വരെ പോകണം. ഇതാണ് ഇതിന്റെ ടാർഗറ്റ്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന പാറ്റേണിന്റെ ടാർഗറ്റ് ടെക്നിക്കൽ അനാലിസിസ് ഇതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതും ഒരു നല്ലൊരു സൈനാണ്. അപ്പോൾ നാളെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുമോ ഇല്ലയോ, അതോ കൺസോളിഡേറ്റ് ചെയ്യോ, അതോ ഒരു ഫേക്ക് ഔട്ട് തരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി. നമുക്കിനി സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നിഫ്റ്റിയെക്കാളും വളരെ സ്ട്രോങ് ആണ് ക്യാഷ് സ്റ്റോക്ക് അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വിൻഡോ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ല. അതിന് പകരം നിഫ്റ്റി നേരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരിക, അതിന് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് നേരെ മുകളിലേക്ക് പോവുകയാണ് ചെയ്ത്. ഞാൻ പറയുകയുണ്ടായി കഴിഞ്ഞ വീഡിയോസിൽ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടും. ആ ട്രെൻഡ് ലൈനിന്റെ ഒപ്പം തന്നെ അലൈൻ ചെയ്യുന്ന എന്താണ്, ഒരു 50 പീരിയഡ് മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഇതിന്റെ രണ്ട് റെസിസ്റ്റൻസ് കാണുമെന്ന് ഞാൻ പറയുകയുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് കിട്ടി, പ്രൈസ് താഴത്തേക്ക് വന്നു. പക്ഷെ ഈ ഒരു പ്രൈസ് ആക്ഷന്റെ താഴത്തേക്ക് ഒരു ക്ലോസ്, നല്ല സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയില്ല. പക്ഷെ അതിന് പകരം പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്, ഒരു ഇൻസൈഡ് ബാർ പിന്നെ ഒരു ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇത് നല്ല ബുള്ളിഷ് ആയിട്ട് സൈനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഈ സമയത്തൊക്കെ ഒരു ബുള്ളിഷ് ട്രേഡ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് നിഫ്റ്റി ഈ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റിൽ ഇപ്പം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ റെസിസ്റ്റൻസ് ഏരിയ എങ്ങനെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇതിൽ ഈ ഒരു ഏരിയ എങ്ങനെ ഈ ഒരു ഏരിയക്ക് എത്രമാത്രം റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ള നോക്കിയിട്ടിരിക്കണം നമ്മുടെ അടുത്ത ട്രേഡിംഗ് പ്ലാൻസ്. അപ്പം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ബ്രേക്ക് ഔട്ടാണ് എപ്പോഴും നല്ലത്. നേരെ മുകളിലേക്ക് പോകണമെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, നേരെ താഴത്തേക്ക് വരും. പക്ഷെ ഇങ്ങനെ ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ് അത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നല്ലൊരു മൂവ് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ്. അതുപോലെ തന്നെ ഞാൻ പറയുകയുണ്ടായി, ഒരു 3 വേവ് കറക്ഷനിലാണ് മിക്കവാറും ബെയർ മാർക്കറ്റ് മൂവ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു 3 വേവ് കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 വേവ് കറക്ഷന് ശേഷം മോസ്റ്റ്ലി നമുക്കൊരു നല്ലൊരു റാലിയിങ് ടു ദ അപ്സൈഡ് കാണേണ്ടതാണ് സാധാരണ കേസുകളിൽ. 70% ഓഫ് ദ ടൈം അത് നടക്കാറുണ്ട്. അങ്ങനെയാണ് മിക്കവാറും ബെയർ മാർക്കറ്റ് മൂവ്സ് ഒക്കെ അവസാനിക്കാറ്. അപ്പോൾ ഇവിടെ 3 വേവ് കറക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു
മിഡ് ക്യാപ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒരു നല്ലൊരു മൂവ് തരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവാം. സോ ബ്രെഡ്ത്ത് അനാലിസിസ് എന്താണ് കാണുന്നത്? സ്റ്റോക്സ് അബൌട്ട് 20 EMA. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മുന്നത്തെ വീഡിയോസ് പറഞ്ഞിരുന്നു, November 13th, അതായത് 20% താഴെ പെർസെൻറ്റേജ് സ്റ്റോക്സ് അബൌട്ട് 20 EMA പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആവാൻ ചാൻസ് ഉണ്ട്, ഒരു നല്ലൊരു ബൗൺസ്. കാരണം ഇവിടെ ഒരു ബൗൺസ് കിട്ടി, ഇവിടെ ഒരു ബൗൺസ് കിട്ടി, ഇവിടെ ഒരു ബൗൺസ് കിട്ടി, ഇവിടെ ഒരു ബൗൺസ് കിട്ടി. ഇപ്പോൾ ഈ രണ്ട് ബൗൺസിനേക്കാളും നല്ലൊരു ബൗൺസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 80% എത്തുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. പക്ഷേ ഇത് എബോവ് 70 പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഓവർ ബോട്ട് സോണിലേക്ക് നമ്മൾ പോവും. അപ്പോൾ അവിടുന്ന് കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഓൾറെഡി നമുക്ക് എടുത്ത ട്രേഡുകൾ ഹോൾഡ് ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. നമുക്ക് നമ്മുടെ റൂൾ അനുസരിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ പെർസെൻറ്റേജ് സ്റ്റോക്സ് എബോവ് 50 EMA നോക്കുകയാണെങ്കിൽ 50% പോലും ആയിട്ടില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു 80% എത്തുവാണെങ്കിൽ ഒരു ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു കാര്യമാണ് അത്. കാരണം ഇവിടെ ട്രേഡ് എടുത്ത ആൾക്കാർക്ക് ഫുൾ ടൈം ഹോൾഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതായത് ഈ ഒരു ഏരിയയിലൊക്കെ ട്രേഡ് എടുത്ത ആൾക്കാർക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, ഇവിടം വരെ ഹോൾഡ് ചെയ്യാൻ, അത് 80 വരെ എത്തുവാണെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് പ്രൈസ് താഴത്തേക്ക് വരത്തുള്ളൂ. കാരണം പ്രൈസ് അല്ല, പെർസെൻറ്റേജ് സ്റ്റോക്സ് അബൌട്ട് 20-50 EMA താഴത്തേക്കേ വരുള്ളൂ. കാരണം അത്രയും മുകളിൽ എത്തി, അത്രയും ബൈ ചെയ്തെത്തിച്ചു. പിന്നെ അവിടെ നിന്ന് ബൈയേഴ്സ് കുറവായിരിക്കും, സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് 25% നേരെ 79-80 പോയി അവിടെ നിന്ന് താഴത്തേക്ക് വന്നു. അപ്പോൾ അത് ഒരു ബേസിക് മാർക്കറ്റ് ഡിമാൻഡ് സപ്ലൈ സിനാരിയോ ആണ്. അപ്പോൾ അതങ്ങനെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റാ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്കറ്റിന് ടൈം ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല സമയങ്ങൾ നോക്കി ട്രേഡ്സ് എടുക്കാനും സാധിക്കും. സോ ഇന്നത്തെ നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് അനാലിസിസ് അതുപോലെ തന്നെ ബ്രെഡ്ത്ത് അനാലിസിസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എന്നെ കമൻറ്റ്സ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആസ് വെൽ ആസ് click the like button as well as the bell icon. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിംഗ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഹാപ്പി ട്രേഡിംഗ് ഡേ. ബൈ.